അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നാളുകളാണ് കടന്നു വരുന്നത്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വിശ്വാസിക്ക് കൃത്യമായൊരു ബോധ്യമുണ്ടാവണം. ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാരിൽ തന്നെ വളരെ ശ്രേഷ്ഠരായ ഉലുൽ അസ്മി എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരുണ്ട്. ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള കരുത്തും കഴിവും നേടിയവരാണ് ഈ പ്രവാചകന്മാർ. അതുകൊണ്ടാണ് ഉലുൽ അസ്മി എന്ന് പറയുന്നത്. മനക്കരുത്തിൻ്റെ മനക്കോട്ട തീർത്ത അതിശക്തന്മാരായ അതികായകന്മാരായ നേതാക്കനായ പ്രവാചകന്മാർ. ഈ കൂട്ടത്തിൽ വളരെ പ്രധാനിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് അത്ഭുതങ്ങൾ അമാനുഷികതകൾ നിറഞ്ഞ ഒരു പ്രവാചകനാണ്. പക്ഷേ ജൂത സമൂഹം ആ പ്രവാചകനെ വല്ലാതെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ജാരസന്തതിയെന്ന് വ്യഭിചാരപുത്രൻ എന്നുപോലും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഒരു നിലക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവാചകത്വത്തെ അവർ അംഗീകരിച്ചില്ല, അവർ ഉൾക്കൊണ്ടില്ല. അവർ എല്ലാ നിലക്കും ക്രൂശിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തു. അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ പോലും അവർ പദ്ധതി തയ്യാറാക്കുകയും അങ്ങനെ ഈസാ നബിയെ എല്ലാ നിലക്കും അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈസാ നബിയെ ഉയർത്തി എന്നുള്ളതാണ് ചരിത്രം. വമാ ഖതലുഹു യഖീന എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർ ഈസാ നബിയെ കൊന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം അങ്ങനെ എല്ലാം കൊണ്ട് അത്ഭുതമായിരുന്നു. തൊട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത പ്രവാചകനാണ്. വെള്ളപ്പാണ്ടുകാരെ സുഖപ്പെടുത്താനും മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ പോലും കഴിഞ്ഞ അങ്ങനെ അതിന് കഴിവ് കൊടുത്ത ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജീവിതം മുഴുവനും അത്ഭുതങ്ങൾ കാണിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ക്രൈസ്തവ സമൂഹം ഈസാ നബിയെ ദൈവപുത്രനായിട്ടും ദൈവമായിട്ടുമൊക്കെയാണ് ആരാധനയുടെ അങ്ങേ അറ്റത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. പിന്നീട് അവർ ഈസാ നബിയെ 3 ദൈവങ്ങളിൽ ഒന്നായി പങ്കുകാരനാക്കിയ ത്രിയേകത്വം അവർ ചുമത്തിയെന്നുള്ളതാണ്. അവസാനം അവർ പറഞ്ഞു വച്ചത് അള്ളാഹു എന്ന് പറയുന്നത് ഈസയാണ് എന്ന തരത്തിലായിരുന്നു. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഈ വാദഗതികളെയൊക്കെ പൂർണ്ണമായി വെട്ടി, ഈ വാദഗതികളെയൊക്കെ മുനയൊടിച്ചുകൊണ്ട് ഈസാ നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും അദ്ദേഹത്തിൻ്റെ ഉമ്മ പവിത്രതയുള്ള സ്ത്രീയാണെന്നും ലോകത്തോട് അസന്നിഗ്ധമായി വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, ഒരു മുഅ്മിൻ എങ്ങനെയായിരിക്കണം, ഒരു മുഅ്മിനത്ത് എങ്ങനെയായിരിക്കണം. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരെ വിശ്വസിക്കുന്ന ഒരു ഉമ്മത്ത് എങ്ങനെ ജീവിക്കണം. അള്ളാഹുവിനെ പുത്രനെ വാദിക്കുന്ന വലിയ അപരാധമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ക്രിസ്തു മതത്തിൻ്റെ ഈ ആചാരങ്ങളെ, ഈ ആഘോഷങ്ങളെ ഒരു മുസ്ലിം കൊണ്ടു നടക്കാൻ പറ്റുമോ? ഒരു മുസ്ലിമിന് ആഘോഷിക്കാൻ പറ്റുമോ? മറ്റു മത ആഘോഷങ്ങളെ, ആചാരങ്ങളെ ഒരു മുസ്ലിം ആചരിക്കാനോ ആഘോഷിക്കാനോ പാടുണ്ടോ എന്നുള്ളതാണ്. നാം ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ റിദ്ദത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ, പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകാൻ അത് നിമിത്തമായി തീരും. വിശുദ്ധ ഖുർആനിൽ നാം ഓതുന്ന സൂറത്തായ സൂറത്തുൽ കാഫിറൂനിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം, എൻ്റെ ആചാരം, എൻ്റെ സംസ്കാരം അത് ഞാൻ മറ്റൊരാളുടെയും കടമെടുക്കുകയോ മറ്റൊരാളോട് സാമ്യപ്പെടുകയോ സാദൃശ്യപ്പെടുകയോ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആഘോഷവും നിങ്ങളുടെ മത സംസ്കാരവും നിങ്ങൾക്ക് കൊണ്ടു നടക്കാം, പക്ഷേ എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചും മുസ്ലിമിൻ്റെ സംസ്കാരങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടും പാറ പോലെ ഉറച്ചു നിന്നും ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു മുഅ്മിനാവുന്നത്. മുഅ്മിനായി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, മുസ്ലിമായി മാത്രമേ മരിക്കാൻ പാടുള്ളൂ. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അപ്പോൾ മുസ്ലിമായി മരിക്കണമെങ്കിൽ മറ്റ് മത ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ശിർക്കിയായ വിഷയങ്ങൾ ഇതിലൊന്നും ബന്ധപ്പെടാൻ ഒരു വിശ്വാസം ഇടപെടാൻ മുസ്ലിം പാടില്ല. അപ്പോൾ അങ്ങനെ നാം ഇടപെട്ടാൽ നമുക്കവരോട് സൗഹൃദമുണ്ട്, അവരോട് നാം സൗഹൃദത്തെ കാത്തുസൂക്ഷിക്കുന്നു, ആ രൂപത്തിൽ പെരുമാറുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആചാരങ്ങളിൽ, ആഘോഷങ്ങളിൽ ആശംസകൾ പറഞ്ഞും നാം അവരോട് സാമ്യപ്പെട്ടും അവർ ചെയ്യുന്ന പല രൂപങ്ങളെയും നാം സാദൃശ്യപ്പെട്ടും അപ്പനായും ക്രിസ്മസ് അപ്പൂപ്പനായും
അല്ലെങ്കിൽ സ്റ്റാർ തൂക്കിയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അവരോട് സാമ്യപ്പെടുകയാണ്. ഇതൊരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്